നിർണായക നേട്ടവുമായി ഇന്ത്യയുടെ അഭിമാനമായ നാവികസേന. ഇന്ത്യൻ നാവികസേനയുടെ കരുത്താണ് പുതിയ ആണവ അന്തർവാഹിനി INS അരിഖാത്ത്. INS അരിഖാത്തിൽ നിന്ന് ആദ്യ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നാവികസേന. 3500 കിലോമീറ്റർ റേഞ്ചിലുള്ള K4 ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചത്. ബുധനാഴ്ച ബംഗാൾ ഉൾക്കടലിൽ വെച്ചായിരുന്നു പരീക്ഷണം നാവികസേന വിജയകരമായി പൂർത്തിയാക്കിയതോടെ INS അരിഘട്ടും K4 മിസൈലും ഇന്ത്യയുടെ കരുത്തായി മാറി. ഇന്ത്യൻ നാവികസേനയുടെ 2 ആണവ അന്തർവാഹിനികളാണ് INS അരിഖാത്തും INS അരിഹന്തും. INS അരിഘട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. ഇത്തരം അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയതാണ് K4 ബാലിസ്റ്റിക് മിസൈൽ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO K4 മിസൈലിനെ സമ്പൂർണ്ണ സജ്ജമാക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഈ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ വിജയകരമായി സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ആണവ അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനായി DRDO വികസിപ്പിച്ചെടുത്തതാണ് K4 മിസൈൽ. US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനകം 5000 കിലോമീറ്റർ പരിധിയിലുള്ള SLBM ഉണ്ട്. 6000 ടൺ ഭാരമുള്ള INS അരിഘട്ട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ആണവ അന്തർവാഹിനിയാണ്. ഇത് രാജ്യത്തിന്റെ 2ാം സ്ട്രൈക്ക് ശേഷി ശക്തിപ്പെടുത്തുന്നു. 2016-ൽ സർവീസ് ആരംഭിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ INS അരിഹന്തിൽ 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 മിസൈലുകൾ മാത്രമാണുള്ളത്. 2018-ലാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ INS അരിഹന്ത് സേനയുടെ ഭാഗമായത്. 2024 ഓഗസ്റ്റിൽ ദീർഘദൂര മിസൈൽ വാഹക ശക്തിയുള്ള INS അരിഖാന്തും സേനയുടെ ഭാഗമായി. അടുത്ത വർഷത്തോടെ 3ാമത്തെ അന്തർവാഹിനിയെയും കമ്മീഷൻ ചെയ്യും. 7000 ടൺ ഭാരമുള്ള ഈ അന്തർവാഹിനികളിൽ 3ാമത്തേത് നിലവിലുള്ള 2 അന്തർവാഹിനികളേക്കാൾ വലുതും ശേഷിയുള്ളതുമായിരിക്കും. ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി 2 ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ മാസം സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു.